സിനിമാ നോട്ടത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംവിധായകരാണ് ഈ വർഷം ഓണം ബമ്പർ എടുത്തത്. ഒന്ന് വൈശാഖ്, മറ്റേത് ഗിരീശ്ശേരി. ആർക്കാണ് ഓണം ബമ്പർ അടിച്ചത്? ഓണം ബമ്പർ അടിച്ചത് ഒരു സംശയമില്ലാതെ പറയാം, ഗിരീഷ് ഷെഡിക്ക് തന്നെയാണ്. താൻ എവിടെയാണോ പ്രേമലൂവിൽ നിർത്തിയത്, ഏതാണ്ട് അവിടുന്ന് തന്നെ ഗിരീശ്ശേരി ബത്ലഹേം കുടുംബ യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. പ്രണയം തന്നെയാണ് ചിത്രത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു എലിമെന്റ്. പക്ഷെ ആ പ്രണയത്തിൽ നിന്നുകൊണ്ട് വളരെ രസകരമായ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലിമെന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഹ്യൂമറാണ്. വളരെ മനോഹരമായ ഒരുപാട് നർമ്മരംഗങ്ങൾ ചിത്രത്തിലുണ്ട്. അതൊട്ടും റെപ്പറ്റീറ്റീവ് അല്ല, ഒട്ടും ക്ലീശ അല്ല. ഒരുപാട് പൊട്ടിച്ചിരിക്കാനുള്ള രംഗങ്ങളുണ്ട്. എല്ലാം ഫ്രഷ് തമാശകളാണ്. തിയേറ്ററിൽ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ആൾക്കാർ മതിമറന്ന് ചിരിച്ച് ആസ്വദിക്കുന്ന കാഴ്ചകളാണ് തിയേറ്ററിൽ. അപ്പൊ നിസ്സംശയം ഓണത്തിന് ഒരുപാട് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന ഒരു ചിത്രമായിട്ട് ബത്ലഹേം കുടുംബ യൂണിറ്റ് മാറുന്നുണ്ട്. ഈ ചിത്രത്തിലെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഹരി പറഞ്ഞ പോലെ തന്നെ ഇതിലെ തമാശകളും അഭിനേതാക്കളുടെ പെർഫോമൻസുമാണ്. നിവിൻ പോളി, മമിത ബൈജു, സുരേഷ് കൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ഒരു നീണ്ട നിര തന്നെയുണ്ട്. അപ്പോൾ നിവിൻ പോളിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നിവിൻ പോളിയുടെ ഒരു കംഫർട്ട് സോണാണ് ഒരു ഫീൽ ഗുഡ് സിനിമ. നെക്സ്റ്റ് ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ്, അത് കൃത്യമായിട്ട് തന്നെ ഗിരീഷ് ഷെഡി ചിത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നിവിൻ പോളി അനായാസമായി ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ചെറിയ ചെറിയ തമാശകള്, നോട്ടങ്ങള്, എക്സ്പ്രഷൻസ്, അതെല്ലാം ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഏതൊക്കെയോ മൊമെന്റുകളിൽ നമ്മളുടെ ഓം ശാന്തി ഓശാനയിലെ ആ ഒരു ഗിരിയേട്ടനെയൊക്കെ ഓർമ്മ വന്നിരുന്നു. നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന അത്ര കലിപ്പനല്ലെങ്കിൽ പോലും ആർക്കും ചെറിയ ആരാധനയോ സ്ത്രീകൾക്ക് പ്രണയമൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു നിറഞ്ഞേക്കുന്ന കഥാപാത്രം. മമിത ബൈജുവിന്റെ കരിയറിലെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സമയത്തൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിജയുടെ കൂടെ അഭിനയിച്ചു. രണ്ടാഴ്ച മുൻപ് സൂര്യയുടെ ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിച്ചു. ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധായകന്റെ കൂടെ ഒരു മികച്ച ക്യാരക്ടർ ചെയ്യുന്നു. ഈ മൂന്ന് ചിത്രത്തിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളെ വളരെ അനായാസമായിട്ട് മമിത കൈകാര്യം ചെയ്യുന്നുണ്ട്. രസകരമായ ഒരു കാര്യം, ഇപ്പൊ സൂര്യയുടെ വിശ്വനാഥൻ ആൻഡ് സൺസ് ആ ചിത്രം ശ്രദ്ധിച്ചാൽ ഏതാണ്ട് ഇതേപോലത്തെ ഒരു തീമാണ് അവിടെ വരുന്നത്. തന്നെക്കാൾ കുറച്ച് പ്രായത്തിന് മുതിർന്ന ഒരാളോട് തോന്നുന്ന പ്രണയം, ആകർഷണം. പക്ഷെ ഈ രണ്ടിനും വളരെ ഡിഫറെന്റ് ആയ രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഒന്നിന് കുറച്ച് എക്സ്ട്രോവേർട്ട് ആയ വളരെ ആക്റ്റീവായ ഒരു കഥാപാത്രമാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് കുറച്ചുകൂടി ഒതുങ്ങിയ ഒരു നാട്ടിൻപുറത്തുകാരിയായ എന്നാൽ തന്റെ സ്റ്റാൻഡ് പറയാൻ ഉള്ള ധൈര്യമൊക്കെ ഉള്ള ഒരു കഥാപാത്രം. എനിക്ക് തോന്നുന്നു മമിതയുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമായി 2026 മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗിരീഷ് ഷെഡിന്റെ ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യ സിനിമയെ തണ്ണീർമത്തൻ മുതൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് വരെ എത്തി നിൽക്കുന്നു. എല്ലാത്തിന്റെയും കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് പ്രണയമാണ്. പ്രണയം എന്ന തീം വെച്ചുകൊണ്ടാണ് ഈ ചിത്രങ്ങളെല്ലാം കഥ പറയുന്നത്. അപ്പൊ ഗിരീഷ് ഷെഡി തന്റേതായ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പ്രേമലൂരിൽ നമ്മൾ കണ്ട സുഹൃത്തുക്കള്, കുടുംബം, യാത്രകള്, പക്ഷെ അതെല്ലാം ഒട്ടും ബോറടിപ്പിക്കാതെ വളരെ ഫ്രഷ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തരുന്ന രീതിയിലാണ് ഗിരീഷ് ഷെഡിയുടെ സിനിമകൾ. അപ്പൊ ആ ടെംപ്ലേറ്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് കഥ പറഞ്ഞ് അതിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ മുൻ സിനിമകളിലെ അതേ ആക്ടേഴ്സിനെയൊക്കെ തന്നെ അദ്ദേഹം തുടർന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് ഒട്ടും റെപ്പറ്റീറ്റീവ് ആയിട്ട് തോന്നുന്നില്ല. ഉദാഹരണത്തിന് ഇതിലും സംഗീത് പ്രതാപ് ഉണ്ട്, അതേപോലെ മീനാക്ഷി ഉണ്ട്. അങ്ങനെ പ്രേമലൂരിലെ ഒരുപാട് ആക്ടേഴ്സ് ഇവിടെയും വരുന്നുണ്ടെങ്കിലും അവരെന്റെ ഡിഫറെന്റ് ആയ മറ്റൊരു മോൾഡിലാണ് നിൽക്കുന്നത്. ഒരു സ്ഥലത്ത് നമുക്ക് ഇത് കഴിഞ്ഞ സിനിമയിലെ ആളല്ലേ എന്ന് തോന്നുന്നില്ല. ഈ ചിത്രം കാണുന്ന ഒരാൾക്കും ഇത് അമൽ ഡേവിസ് അല്ല, സംഗീത് പ്രതാപ് മറ്റൊരു കഥാപാത്രമാണ്, ജോയലാണ്. അപ്പൊ അങ്ങനെ മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് ഒരു മികച്ച സംവിധായകന്റെ അടയാളമാണ്. ഗിരീഷ് ഷെഡിക്ക് അതിന് സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ റൊമാൻറ്റിക് കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം പോയട്രിയെ കുറിച്ച് പറയുന്നത് വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവതരിപ്പിക്കണം. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഗിരീഷ് ഷെഡി നമ്മുടെ അയൽവക്കത്ത് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നടക്കുന്ന, സുഹൃത്തുക്കൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വളരെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളോട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ വേർഡ്സ്വർത്ത് പറയുന്നത് ഓർഡിനറി ആയിട്ടുള്ള കാര്യം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവതരിപ്പിക്കണം. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു.
മറ്റൊരു സവിശേഷത എനിക്ക് തോന്നിയത് പ്രേമലുവില് നമ്മൾ തന്നെ മുൻപ് ചെയ്ത നസ്ലിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഒരു വിമർശനമായി പറഞ്ഞിരുന്നത് പ്രേമലു എവിടേക്കോ ചിത്രം നായകന്റെ മാത്രമേ മാറുന്നുണ്ട്, ചിത്രത്തിന്റെ നോട്ടം നായകന്റെ മാത്രം നോട്ടമായി മാറുന്നുണ്ട്. മമിത എവിടേക്കോ അവിടെ ഒരു രണ്ടാം തലത്തിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റിലേക്ക് വരുമ്പോൾ ചിത്രം നായകന്റെ മാത്രമല്ല, അത് മമിതയുടേത് കൂടിയാണ്. നിവിൻ പോളിയെ പോലെ ഒരു സൂപ്പർ താരം കൂടെ നിൽക്കുമ്പോഴും ആ നായികയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി കഥ പറയാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ കഥയ്ക്കും ചിത്രത്തിനും സാധിക്കുന്നുണ്ടെന്നുള്ളതും ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ചിത്രത്തിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സുരേഷ് കൃഷ്ണയുടെ കഥാപാത്രമാണ്. സുരേഷ് കൃഷ്ണ അദ്ദേഹത്തിന്റെ ഒരുപാട് വെർബൽ ഹ്യൂമറുകളും അദ്ദേഹത്തിന്റെ സട്ടിലായിട്ടുള്ള ചില മാനറിസംസ് അതെല്ലാം തിയേറ്ററിൽ ചിരി വളർത്തുന്ന ഒരു അനുഭവമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ ഓണം ബമ്പർ അടിച്ചിട്ടുള്ളത് ഗിരീശ്വരിക്കാണെന്ന്. എന്നാൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ബമ്പർ അടിച്ചിട്ടുള്ളത് ഭാവന സ്റ്റുഡിയോസിനാണ്. അവരുടെ മുൻകാല ചിത്രങ്ങളെ പോലെ തന്നെ ഇതും മലയാളികൾ സ്വീകരിക്കുന്ന ഉറപ്പാണ്. കോംപ്ലിക്കേറ്റ്സ് ഉണ്ട്, ജോജി, അതുപോലെ പ്രേമലു, ബദ്ലഹേം കുടുംബ യൂണിറ്റും ബോക്സ് ഓഫീസിൽ പണം വരാൻ പോകുന്ന ചിത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓണം വിന്നർ അത് ഗിരീഷ് ഷെഡിയും നിവിൻ പോളിയും മമിത ബൈജുവും ചേർന്ന് മലയാളികൾക്ക് ഒരുക്കിയിട്ടുള്ള സദ്യയായിട്ടുള്ള ബദ്ലഹേം കുടുംബ യൂണിറ്റ് തന്നെയാണ്. ചുരുക്കത്തിൽ ബദ്ലഹേം കുടുംബ യൂണിറ്റ് കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഈ ഓണത്തിന് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് ഒരു തണുത്ത കാറ്റടിക്കുന്ന പോലെ അത്രയും സുന്ദരമായിട്ടുള്ള അത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, നിരാശരാവില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നന്ദി.